نازنین ناز نکن در رو کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه യെസ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ് 4 ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. നിങ്ങൾ എല്ലാവരും റെഡിയാണോ? അപ്പോൾ നേരെ നമുക്ക് തുടങ്ങാം അല്ലേ. ക്ലാസ് 4 ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഇതിന്റെ എല്ലാ സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടന്റ് പാർട്സ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏകദേശം എക്സാംസിന് വരാറുണ്ട്. ചോദ്യങ്ങൾ അതേപോലെ പറയാൻ പറ്റില്ല, പക്ഷേ അതിന്റെ മോഡൽസ് കാര്യങ്ങൾ എന്തെന്നാലും നിങ്ങൾക്ക് എക്സാമിന് നമ്മൾ ക്ലാസ്സുകൾ കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമാകുന്ന കാര്യം 100% ഉറപ്പാണ്. അത് CM കിഡ്സിന്റെ ക്ലാസ്സുകൾ കണ്ട കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ ഗൈസ്? അപ്പോൾ നേരെ നമുക്ക് പോകാം. നമുക്ക് ഇമ്പോർട്ടന്റ് പാർട്സ് നോക്കാൻ പോകാം. ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. പിന്നെ ഇതിന്റെ PDFകളൊക്കെ കിട്ടാൻ വേണ്ടി താഴത്തോടെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് താഴത്തോടെ പറയുന്നുണ്ട്. പിന്നെ പറയാൻ കഴിയില്ല, അതിനോട് താഴത്തോടെ അങ്ങനെ പോകുന്നത്. അത് നോക്കിയിട്ട് അല്ല, അത് നോക്കിയിട്ട് വാ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തൊക്കെയൊക്കെ ചെയ്യുക. റെഡി? നെക്സ്റ്റ് മെയിൻ സ്റ്റോറി, ദ സ്റ്റോൺ സൂപ്പ് അങ്ങനെയാണോ മെയിൻ സ്റ്റോറി. The journey on hungry and exhausted traveler arrives at an unfriendly village where no one will share food. Stones, അതായത് ഈ ഒരു നമ്മൾ ഈ ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഈ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്സിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഈ ഒരു പിന്നെ പാഠങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ട് എന്താണ് ചോദ്യങ്ങൾ വരിക, അല്ലെങ്കിൽ ഈ പാഠം പഠിച്ചിട്ട് നമുക്ക് എന്താ ഗുണമുള്ളത്, ഈ പാഠത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദ ജേർണിയാണ്. എ ഹംഗ്രി ആൻഡ് എക്സോസ്റ്റഡ് ട്രാവലർ അറൈവ്സ് അറ്റ് ആൻ അൺഫ്രണ്ട്ലി വില്ലേജ് വേർ നോ വൺ വിൽ ഷെയർ ഫുഡ്. The trick ആണ്, he claims he can make stone soup using just a round stone and water. അതേപോലെ the ingredients ആണ്, 1 by 1 curious villagers contribute salt, butter, onions, turnips and beans, carrots, chicken and spices to make the stone soup taste better. The lesson and the magic was not in the stone but in the villagers coming together to share what they have. മനസ്സിലായോ? അപ്പൊ സ്റ്റോൺ എന്ത് മനസ്സിലായി? പറഞ്ഞ സംഭവം ഇതൊന്നുമില്ല, വലിയ സംഭവം എന്താണ് ഈ കഥ, എന്താണ് അദ്ദേഹം ഉപയോഗിച്ച ട്രിക്ക്, എന്തായിരുന്നു സ്റ്റോൺ സൂപ്പിന്റെ ഇൻഗ്രീഡിയൻസ്, എന്താണ് ഇതിന്റെ ലെസൺ എന്ന് പറയുന്നത്, അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇതിന്റെ PDF കിട്ടുട്ടോ നിങ്ങൾക്ക്. ഓക്കെ, റെഡി. അടുത്തതിലേക്ക് നോക്കുമ്പോൾ അത് ഇവിടെ പറഞ്ഞ മലയാളവും കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കൂ, വിശന്ന് തളർന്നൊരു യാത്രികൻ ഒരു ഗ്രാമത്തിലെത്തുന്നു, എന്നാൽ അവിടെയുള്ളവർ ഭക്ഷണം നൽകുന്നില്ല. മലയാളം പറയണോ? ഇംഗ്ലീഷിന് എന്ത് മലയാളം പറയണം? നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ആ കല്ലിനല്ല, മറിച്ച് എല്ലാവരും ഒത്തുചേർന്ന് പങ്കുവെച്ചപ്പോഴാണ് ആ സൂപ്പ് രുചികരമായിട്ട് അല്ലേ. ഷെയറിംഗ് ആണ് ഈ കഥയിലെ പ്രധാനമായിട്ടുള്ളൊരു ലെസൺ എന്ന് പറയുന്നത്. അല്ലേ? ആണോ? അതെ. അടുത്തതിലേക്ക് പോവാണ്. ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഫോർ ദ എക്സാം പ്രിപ്പറേഷൻ. ഗ്രാമർ യൂസിങ് ഹാസ് ആൻഡ് ഹാവ് ആണ്. Joining sentence ആണ്. Practice combining two sentence using and. For example, it smells good, it tastes good becomes it smells good and tastes good. അങ്ങനെ കൊടുക്കാം, ഈ and കൊടുക്കുന്നത്. പിന്നെ has to have ആണ് അല്ലേ. Remember that has is used for the singular, അതായത് he, she, it, me അതിനൊക്കെയാണ് has ഉപയോഗിക്കുക. and have എന്ന് പറയുന്നത് പ്ലൂറലിനാണ് ഉപയോഗിക്കുക. I, we, they, nida and mia അതിനൊക്കെയാണ് ഉപയോഗിക്കുക അല്ലേ. അതേപോലെ തന്നെ be ready to complete phrases like as clear as crystal അല്ലേ, as clear as crystal, as busy as a bee, as tall as a giraffe, as slow as a snail അല്ലേ. comparisons നോക്കൂ. as clear as a crystal പോലെ ക്ലിയർ ആണ്. as busy as a bee പോലെ ബിസി ആണ് അല്ലേ. as tall as a giraffe പോലെ tall ആണ്. നമുക്ക് അറിയുന്നതാണ് കമ്പാരിസൺസ് അല്ലേ. ഇതിൻ്റെ ആ മീനിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റിലേക്ക് പോവാണ്. ഉപമകളാണ് അല്ലേ, താരതമ്യം. പരീക്ഷയ്ക്ക് താഴെ പറയുന്ന പൂർത്തിയാക്കാൻ വരാൻ സാധ്യതയുണ്ട്. ആസ് ക്ലിയർ ആസ് എ ക്രിസ്റ്റൽ, ആസ് ബിസി ആസ് എ ബി, ആസ് ലോ ആസ് എ സ്നെയിൽ, ആസ് ബ്ലാക്ക് ആസ് എ കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. ഓക്കെ, റെഡി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം അല്ലേ. അതേപോലെ നെക്സ്റ്റിലേക്ക് നോക്കാം. ഇതിൽ നമുക്ക് വാക്കുകളുടെ അർത്ഥം അല്ലേ. അരോമ എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിനാണ്. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കഠിനമായി തളർന്നതാണ്. ഡിലീഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ രുചികരമായതാണ്. സ്റ്റിർ എന്ന് പറഞ്ഞാൽ ഇളക്കുക. മലയാളം എഴുതാനായിരിക്കില്ല വരിക. അരോമന്റെ ഗുഡ് സ്മെൽ, വാട്ട് ഈസ് ദ മീൻസ് ലൈക്ക് ഗുഡ് സ്മെൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വേർഡ് യൂസിങ് ദ യുവർ ടെക്സ്റ്റ് ബുക്കിൽ മീൻസ് ഗുഡ് സ്മെൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ എക്സോസ്റ്റഡ്
അപ്പൊ ആ ഒരു വേർഡ് എന്തായിരുന്നു? നിങ്ങൾ പാഠത്തിൽ ഉപയോഗിച്ച കഠിനമായി തളർന്ന അല്ലെങ്കിൽ നല്ല ഗന്ധം അല്ലെങ്കിൽ വളരെ രുചികരമായി എന്നൊക്കെ നിങ്ങളെ പാഠത്തിൽ ഉപയോഗിച്ച ആ ഒരു വാക്ക് എന്തായിരുന്നു? അങ്ങനെയുള്ള ചോദ്യം ചോദിക്കും. അപ്പോൾ ഈ വാക്കുകൾ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, പരസ്യം തയ്യാറാക്കൽ. ഒരു ഫ്രീ ഫുഡ് കോർണർ അല്ലെങ്കിൽ ഭക്ഷണശാലയെ കുറിച്ച് ലളിതമായ ഒരു പരസ്യം തയ്യാറാക്കാൻ പഠിക്കുക. അതിൽ പേര്, സ്ഥലം, പ്രത്യേകതകളൊക്കെ എന്നിവ ഉൾപ്പെടുത്തണം. പരസ്യം അല്ലേ. അതേപോലെ തന്നെ പാചകക്കുറിപ്പ് ക്രമീകരിക്കുക. ഒരു വിഭവം, ഉദാഹരണത്തിന് ചായ അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുന്ന രീതി ഘട്ടം ഘട്ടമായി വിവരിക്കാൻ. നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചായ ഉണ്ടാക്കുന്നതോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെ നോക്കൂ, ആരോഗ്യശീലങ്ങളുണ്ട്. ബീങ് ഹെൽത്തി ആൻഡ് കവിത നല്ല ശീലങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പല്ല് തേക്കുക, കുളിക്കുക, കൈകൾ കഴുകുക, പച്ചക്കറികൾ കഴിക്കുക അല്ലേ. അതേപോലെ റൺവേ പാൻ കേക്കിൽ ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ ക്രമം പഠിക്കുക. പാൻ കേക്കിന് പിന്നാലെ ആദ്യം കുട്ടികൾ, അച്ഛനും അമ്മയും, നായ, പൂച്ച, ആട് എന്നിങ്ങനെയാണ് ഓടുന്നത് അല്ലേ. ഫുഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത്. അടുത്തത് മോഡൽ ഫ്രഷ് വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ്ഡ് ക്യാരറ്റ്സ് ആണ്, 1 കുക്കുംബർ ആണ്, 2 ടൊമാറ്റോസ് ആണ്, എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ ആണ്, 1 ടീസ്പൂൺ ഓഫ് ലെമൺ ജ്യൂസ് ആണ്. സ്റ്റെപ്പ് 2 പ്രിപ്പയർ ആണ്. ഫസ്റ്റ് വാഷ് ഓൾ ദ വെജിറ്റബിൾസ് thoroughly in clean water. അതേപോലെ നെക്സ്റ്റ് പീൽ ദ ക്യാരറ്റ്സ് ആൻഡ് ദ കുക്കുംബർ കെയർഫുള്ളി ആണ്. ദെൻ ചോപ്പ് ദ ക്യാരറ്റ്സ്, കുക്കുംബർ ആൻഡ് ടൊമാറ്റോസ് ഇൻടു സ്മോൾ പീസസ് ആണ്. ആഫ്റ്റർ ദാറ്റ് പുട്ട് ഓൾ ദ ചോപ്ഡ് വെജിറ്റബിൾസ് ഇൻടു എ ലാർജ് ബോൾ ആണ്. ലേറ്റർ ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട്, പെപ്പർ ആൻഡ് ലെമൺ ജ്യൂസ് ഫോർ ടേസ്റ്റ് ആണ്. ഫൈനലി stir everything well with spoon and serve it fresh. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി നമ്മളോട് ചോദിക്കാം. ഓക്കെ. പിന്നെ അടുത്തത് റെയിൻ ഡ്രോപ്പ് അല്ലേ. റെയിൻ ഡ്രോപ്പിൻ്റെ ആ ഒരു ജേണിയാണ് ആ പടത്തിലൂടെ പറയുന്നത്. മേഘത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നുണ്ട്, പിന്നെ കാഴ്ചകൾ അല്ലേ. ഇതിൽ കുറച്ച് ചെറിയ ചെറിയ കുറച്ച് വാക്കുകളുണ്ട് ഇതിൽ നമുക്ക് പഠിക്കാൻ അല്ലേ. അതിലൊരു മഴത്തുള്ളിയുടെ ആ ആത്മകഥ ചോദിക്കുക. ഓട്ടോബയോഗ്രഫി ഓഫ് എ റെയിൻ ഡ്രോപ്പ്. ഐ ആം എ റെയിൻ ഡ്രോപ്പ്, ഐ ലിവ്ഡ് ഇൻ എ ക്ലൗഡ്. എന്നിട്ട് എങ്ങനെയാണ് പുറത്തൊക്കെ വന്നിട്ട് ആരെ മേലേക്കാണ് വീണത് അല്ലേ. ഒരു ബ്രൗൺ കാറ്റിന്റെ മുകളിലേക്കാണ് വീണത്. അപ്പോൾ ഒരു സൗണ്ട് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എഴുതാൻ വേണ്ടിയില്ലേ, ഒരു യാത്ര സ്വന്തം വാക്കുകളിൽ എഴുതാൻ പഠിക്കുക. പരീക്ഷയ്ക്ക് ഇതൊരു നെറേറ്റീവായി ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വേർഡ് പിരമിഡ്, നാമങ്ങളെ വിശേഷങ്ങൾ. അതായത് റെയിൻ ഡ്രോപ്പ്, ദ റെയിൻ ഡ്രോപ്പ്, ദ ചിനി റെയിൻ ഡ്രോപ്പ്, ദ ചിനി സ്പാർക്ലിംഗ് റെയിൻ ഡ്രോപ്പ് അല്ലേ. ഇങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ സംഭാഷണം, കോൺവെർസേഷൻ തയ്യാറാക്കാൻ എന്തായാലും വരും അല്ലേ. അതായത് മഴത്തുള്ളിയും അത് കണ്ടുമുട്ടുന്ന ഒരു ചെടിയും അല്ലെങ്കിൽ തവളയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനുണ്ടാവും. ഏതാണ്? മഴത്തുള്ളിയും അത് കണ്ടുമുട്ടുന്ന ഒരു ചെടിയും അല്ലെങ്കിൽ തവളയും തമ്മിലുള്ള സംഭാഷണം. റെയിൻ ഡ്രോപ്പ്, ഒരു ഫ്ലവർ അല്ലെങ്കിൽ ആ പറഞ്ഞ ഫ്രോഗ്. പിന്നെ ശരിയായ പദങ്ങളാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മഴയുമായി ബന്ധപ്പെട്ട തണ്ടർ. പിന്നെ ഈ സൗണ്ട്സ് ആണ്, ലൈറ്റ്നിങ്, ഫ്ലാഷ്, റെയിൻ, പാറ്റർ, പാറ്റ്. ഈ സൗണ്ട്സ് ഉണ്ടല്ലോ, തണ്ടറിന്റെ സൗണ്ട് എന്താണ്, ലൈറ്റ്നിങ്ങിന്റെ സൗണ്ട് എന്താണ്, റെയിൻ്റെ സൗണ്ട് എന്താണ്, അതൊക്കെ നമുക്ക് പാഠത്തിൽ അറിയുന്ന സാധനം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, റെഡി. അടുത്ത പോസ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പോസ്റ്റർ തയ്യാറാക്കാനാണ് സേവ് വാട്ടർ അല്ലെങ്കിൽ പ്രൊട്ടക്ട് വാട്ടർ സോഴ്സ് എന്ന വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പഠിക്കണം. ആകർഷകമായ ഒരു തലക്കെട്ട്, ക്യാപ്ഷൻ ഒക്കെ അല്ലെങ്കിൽ ചിത്രമൊക്കെ എന്ത് വേണം, ഇതിന് വേണം അല്ലേ. പിന്നെ എഡിറ്റിംഗ് ആണ്. വാക്യങ്ങളിലെ അക്ഷര തെറ്റുകളോ വ്യാകരണ തെറ്റുകളോ ഈസ്, ആർ, ഹാസ്, ഹാവ്, അതുപോലെ തന്നെ പങ്ക്ച്വേഷൻ തിരുത്തി എഴുതാനുള്ള പ്രവർത്തനങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാം. പിന്നെ വാട്ടർ കൺസർവേഷൻ ആണ് പ്രൊജക്റ്റ് അല്ലേ. പുഴകൾ, കിണറുകൾ എന്ന് സംരക്ഷിക്കേണ്ട ആവശ്യകത പറ്റിയിട്ട് ചെറിയൊരു ലഘുക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി വരാം. അതായത് ഈ പുഴയും പറഞ്ഞ് പിന്നെ കിണറൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ചിലപ്പോൾ ചെറിയൊരു കുറിപ്പൊക്കെ ഇംഗ്ലീഷിൽ ചിലപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കാം കേട്ടോ. അപ്പോൾ തീമാണ് ദ ജേർണി ഓഫ് എ റെയിൻ ഡ്രോപ്പ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. കീ റൈറ്റം ടാസ്ക്, ഡയറി എൻട്രി ഓഫ് എ റെയിൻ ഡ്രോപ്പ് അല്ലെ. കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫ്ലവർ ആൻഡ് റെയിൻ, പോസ്റ്റർ ഓൺ സേവ് വാട്ടർ. ഡയറി ഉണ്ടാവും, റെയിൻ ഡ്രോപ്പിന്റെ ഡയറി നമ്മൾ പറഞ്ഞല്ലോ. ആത്മകഥ ചിലപ്പോൾ എഴുതാനുണ്ടാവും, ഡയറി എഴുതാനുണ്ടാവും. പിന്നെ ഗ്രാമർ ഒക്കെ നമുക്കറിയാം. പോം, ഐഡന്റിഫൈ റൈമിംഗ് വേർഡ്സ് ആൻഡ് ദ മ്യൂസിക്കാലിറ്റി ഓഫ് എ റൈൻ. റൈമിംഗ് വേർഡ്സ് ഒക്കെ നമുക്കറിയാം അല്ലെ. ഒരേപോലെ ശബ്ദം ഒരേപോലെ വരുന്ന വാക്കുകൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊക്കെ ഓക്കെ. എന്തോ വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടോ? ഒരു തേങ്ങയല്ല കേട്ടോ, ഒരു തേങ്ങയല്ല. പഠിച്ച സാധനം തന്നെ സാർ പറയുവാണ്. ഇതൊന്നും വലിയ സംഭവമായിട്ടൊന്നും തോന്നല്ലേ, ചെറിയ സംഭവം, പഠിച്ച സാധനമാണ്. ഓക്കെ, അടുത്തത് ഡയറിയാണ്. ഒരു പിന്നെ മേഘത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ മഴത്തുള്ളിയുടെ റെയിൻ ഡ്രോപ്പിന്റെ ഡയറിയാണ്. ഇപ്പം അറിയാം, ഡയറി എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ഡേറ്റ്, ടൈം, കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്. ടുഡേ വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഡേ ഓഫ് ഇൻ മൈ ലൈഫ്. ഐ ലീപ്ഡ് ഔട്ട് ഓഫ് മൈ ഫ്ലഫി ക്ലൗഡ്. At first I was a bit scared and I heard the loud boom of thunder. But then I started falling down. It was like a great adventure. I saw green trees, beautiful flowers, and happy children from the sky. I am so happy that I can bring life to
ദ എർത്ത്, ഐ വാണ്ട് ടു ട്രാവൽ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഡയറിയാണ് ഇവിടെ കൊടുത്തത്. ഇതിന്റെ PDF അയക്കാം. കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി താഴത്തോട് സാധനം പോകുന്നുണ്ടൊക്കെ നോക്കണം. റെഡി. അടുത്ത വേറൊരു ഡയറിയാണ്. സങ്കടപ്പെട്ട ഗ്രാമവാസികൾ ഭക്ഷണം നൽകാതിരുന്നപ്പോൾ സങ്കടപ്പെട്ട ഒരു ട്രാവലറിന്റെ ഡയറിയാണ്. ഡയറി എഴുതുമ്പോൾ അതിന്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക. വാട്ട് എ സ്ട്രേഞ്ച് ഡേ, ഐ വാസ് സോ ടയർഡ് ആൻഡ് ഹംഗ്രി വെൻ ഐ റീച്ച്ഡ് ദ വില്ലേജ്, but I am very sad because the villagers were very unfriendly. They locked their doors and windows. Even an old woman refused to give me a piece of bread. I felt so lonely, but I have a plan. I will show them how to make stone soup tomorrow. Let's see what happens. അന്ന് രാത്രി അദ്ദേഹം ഒരു ട്രാവലർ വളരെ വിഷമത്തോടു കൂടി കിടന്നപ്പോൾ അദ്ദേഹം തയ്യാറാക്കിയ ഒരു ഡയറിയാണ്. ഇങ്ങനെയുള്ള ഡയറികളൊക്കെ ചോദിക്കാം. അത് സംഭവമായിട്ടൊന്നും തോന്നണ്ട, വളരെ ഈസിയാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് എന്തായാലും നോക്കി പഠിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നോക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാ വിഷയത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, ക്വസ്റ്റ്യൻ പേപ്പർ, ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. എങ്ങനെയുണ്ട് എൻ്റെ കണ്ണട? അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ബൈ ബൈ ഗായ്സ്. സെറ്റാണോ? റെഡിയാണോ? ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. സ്റ്റോറി, സ്റ്റാറ്റസ് എല്ലാ സാധനവും ചെയ്യും. ബൈ ഗൈസ്.